ബോസ് എല്ലാ സീസണുകളിലും അറ്റൻഷൻ ലഭിക്കുന്ന ഒരു മത്സരാർത്ഥിയെങ്കിലും ഉണ്ടാവാറുണ്ട്. ക്യാരക്ടർ കൊണ്ടും എക്സ്ട്രാ ആക്റ്റീവ്നെസ് കൊണ്ടും അല്ലെങ്കിൽ തഗ് ഡയലോഗുകൾ, ലുക്ക് ഇവ കൊണ്ടൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഗെയിം നല്ല രീതിയിൽ കളിക്കുന്നവരെക്കാൾ കൂടുതൽ ചർച്ചയാകുന്നതും സോഷ്യൽ മീഡിയ കൈയടക്കുന്നവരും ഇക്കൂട്ടർ തന്നെയാണ്. സീസൺ 1-ൽ സാബുമോൻ, സീസൺ 2-ൽ രജിത് കുമാർ, സീസൺ 3-ൽ കിടിലം ഫിറോസ്, സീസൺ 4-ൽ റോബിൻ രാധാകൃഷ്ണൻ, സീസൺ 5-ൽ അഖിൽ മാരാർ. ഇവരൊക്കെ ഇപ്പറഞ്ഞ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആളുകളാണ്. ഇതിൽ തന്നെ റോബിൻ രാധാകൃഷ്ണൻ സീസൺ 4-ൽ റോബിൻ ഉണ്ടാക്കിയിടത്തോളം ഓളം മറ്റൊരു മത്സരാർത്ഥികളും ഉണ്ടാക്കിയിട്ടില്ല. 2 വർഷം മുൻപ് നടന്ന സീസണിലാണ് പങ്കെടുത്തതെങ്കിലും ഇപ്പോഴും താരത്തിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട്. ഷോയിൽ നിന്ന് പുറത്തായ ശേഷവും ഇത്രയും കാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ള മത്സരാർത്ഥിയും റോബിനാണ്. ഇന്നും ഇനോഗ്രേഷനോ പബ്ലിക് സ്പേസിലോ റോബിൻ ഉണ്ടെങ്കിൽ ജനപ്രവാഹമാണ്. ഇദ്ദേഹത്തിന് ഇത്രയേറെ ആരാധകരെ ലഭിക്കാൻ കാരണം PR വർക്കാണെന്ന ആരോപണം ബിഗ് ബോസ് സീസൺ 4 തുടങ്ങിയ സമയം മുതൽ ഉണ്ടായിരുന്നുവെങ്കിലും റോബിൻ അത് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. പറഞ്ഞു വരുന്നത് സീസൺ 6-ൽ ഇപ്പറഞ്ഞ അത്രത്തോളം ഇല്ലെങ്കിലും ഏകദേശം അടുത്തെത്തിയ അല്ലെങ്കിൽ അറ്റൻഷൻ ലഭിച്ച ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ. തുടക്കം മുതൽ നെഗറ്റീവുകളുടെ കുത്തൊഴുക്കായിരുന്നിട്ട് പോലും സോഷ്യൽ മീഡിയയിൽ ജാസ്മിൻ മയമാണ്. സീസൺ 6 ജാസ്മിന് മാത്രമായി മാറ്റിവെച്ചതുപോലെയാണ് ഏതൊരാൾക്കും തോന്നുക. തുടക്കത്തിൽ വിമർശിച്ചവർ ഇന്ന് ജാസ്മിനെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. വോട്ടിങ്ങിൽ പോലും ജാസ്മിൻ തന്നെയാണ് മുൻപന്തിയിലുള്ളത്. ഫിനാലെ അടുത്തുകൊണ്ടിരിക്കെ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. റോബിൻ വേഴ്സസ് ജാസ്മിൻ. റോബിനെ വോട്ട് ചെയ്ത് പിന്തുണച്ച ഭൂരിഭാഗം പ്രേക്ഷകർക്കും അബദ്ധം പറ്റിയ തോന്നലുണ്ടായത് പുറത്തിറങ്ങിയതിനു ശേഷമാണെന്നും അതുപോലെ പ്രേക്ഷക പിന്തുണ അദ്ദേഹത്തിന് ഓവർ കോൺഫിഡൻസ് നൽകിയെന്നും പൊതുവെ പറച്ചിലുകളുണ്ടായിരുന്നു. ഇതേ അവസ്ഥയാണ് ജാസ്മിന് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഭൂരിഭാഗവും പറയുന്നത്. സീസൺ 4-ൽ ആരുമായും കാര്യമായ സൗഹൃദമൊന്നും ഉണ്ടാക്കാതെ ഫ്രണ്ട്ഷിപ്പിന് വില വയ്ക്കാതെ മുൻപോട്ട് പോയ ഒരാളായിരുന്നു റോബിൻ. പലപ്പോഴും ബിഗ് ബോസിന്റെ നിയമങ്ങൾക്ക് വില കൊടുക്കാതിരിക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസ് ഫോളോ ചെയ്തിരുന്ന റോബിനെ തുടക്കത്തിൽ ഹേറ്റേഴ്സും പിന്നീട് അങ്ങോട്ട് അതിശയിപ്പിക്കുന്ന പിന്തുണയുമാണ് ലഭിച്ചത്. ചെറിയ കുട്ടികൾ തുടങ്ങി പ്രായഭേദമന്യേ ഡോക്ടർ മച്ചാനെ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. അതിന്റെ തെളിവായിരുന്നു എയർപോർട്ടിൽ തടിച്ചുകൂടിയ ജനപ്രവാഹം. ജാസ്മിന്റെ കാര്യത്തിലും ഇതേ അവസ്ഥയൊക്കെ തന്നെയാണ്. മോശം വാക്കുകൾ, പേരില്ലാത്ത റിലേഷൻഷിപ്പ്, ബഹുമാനമില്ലായ്മ, വൃത്തിയില്ലായ്മ ഇതിന്റെയൊക്കെ പേരിൽ വിമർശനങ്ങളുടെ കുത്തൊഴുക്കും സൈബർ ആക്രമണവുമായിരുന്നു ജാസ്മിനെ നേരിടേണ്ടി വന്നത്. എന്നാൽ പോകെ പോകെ വിമർശനം ഒരു വഴിക്ക് മാറി പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണിപ്പോൾ. നിലവിൽ ജാസ്മിനോളം ഫാൻ പേജുകളും സപ്പോർട്ടും ലഭിക്കുന്ന മറ്റൊരു മത്സരാർത്ഥിയും ബിഗ് ബോസിലില്ല. ജിൻഡോയ്ക്ക് സപ്പോർട്ടുണ്ടെങ്കിലും അവയ്ക്കെല്ലാം ഒരു പടി മുകളിലാണ് ജാസ്മിന്റെ സ്ഥാനം. PR ഗ്രൂപ്പുകൾ മാക്സിമം ജാസ്മിൻ ജയിക്കുന്നതിനായി കിടന്ന് പരിശ്രമിക്കുന്നുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. പിന്തുണച്ചവർക്ക് തന്നെ വിനയാകുമെന്നും അർഹതയുള്ളവർക്ക് പിന്തുണ നൽകി പ്രോത്സാഹിപ്പിക്കണമെന്നും പറച്ചിലുകളുണ്ട്. എന്തായാലും ബിഗ് ബോസ് സീസൺ 6-ലെ ഏറ്റവും വലിയ കണ്ടന്റ് മേക്കർ എന്ന പേര് ജാസ്മിന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്ന് കരുതി വിന്നർ ആകണമെന്നുമില്ല.